ഹലോ ഗൈസ്, എല്ലാവർക്കും കേരള ടു നേപ്പാൾ പാർട്ട് 3യിലേക്ക് സ്വാഗതം. പാർട്ട് 1ഉം 2ഉം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടു വാച്ച് ദോസ് വീഡിയോസ് ഓൾസോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ നേപ്പാളിലെത്തി ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചന്ദ്രഗിരി ഹിൽസിലെ ചേർക്കാർ, സ്വയംഭൂനാഥ് ക്ഷേത്രം, പിന്നെ അവസാനം ഭക്തപൂർ ദർബാർ സ്ക്വയർ. ഈ മൂന്നുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അത് കാഠ്മണ്ഡുവിലെ അവസാനത്തെ ദിവസമാണെന്ന്. നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോഖറയാണ്. സോ രാവിലെ തന്നെ ഞാനും ചെഞ്ചുവും നേരെ ബൈക്ക് എടുത്ത് ഇറങ്ങി നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രഗിരി ഹിൽസിലേക്കാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ചന്ദ്രഗിരി ഹിൽസിലേക്ക് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. 21 കിലോമീറ്ററാണ് ദൂരം. ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ചന്ദ്രഗിരി ഹിൽസിലേക്ക് വന്നതാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വണ്ടി ഓടിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ റീസെൻ്റ്ലി നേപ്പാളിൽ നടന്ന ആ കലാപം ഉണ്ടായിരുന്നില്ലേ, പ്രക്ഷോഭത്തിൽ ആക്ച്വലി മൊത്തം ഇവിടെ കത്തിച്ചു. ഈ മൊത്തം കത്തിച്ച കാരണം ഇവിടെ ഓപ്പൺ അല്ല. അപ്പോൾ ഇനിയിപ്പം റീസെൻ്റ്ലി ഒന്നും ഓപ്പൺ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്വയംഭൂനാഥ് ടെമ്പിളിലേക്ക് പോകാനാണ് പ്ലാന്. തറൂർ വന്ന് വേസ്റ്റായി പോയി. ഇത് അറിഞ്ഞാണെങ്കിൽ വരില്ലായിരുന്നു. ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. രാവിലെ ചേർക്കാറിലൊരു യാത്രയൊക്കെ പ്രതീക്ഷിച്ച് വന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു. സ്വയംഭൂനാഥ് സ്വാമി ക്ഷേത്രം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പോകുന്ന വഴി ആക്ച്വലി സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ്. മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് സ്റ്റെയർവേസും കാണാൻ പറ്റും. അമ്പലത്തിന് സമീപം തന്നെ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. 2 വീലറും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ക്ഷേത്രം മറ്റൊരു നെയിമിൽ അറിയപ്പെടാറുണ്ട്, ദ മങ്കി ടെമ്പിൾ അഥവാ കുരങ്ങന്മാരുടെ അമ്പലം എന്ന് കൂടെ അറിയപ്പെടാറുണ്ട്. ഒരുപാട് കുരങ്ങന്മാരെ ഇവിടെ കാണുന്നുണ്ട്. കാഠ്മണ്ഡുവിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസിൽ ഒന്നാണ് സ്വയംഭൂനാഥ്. 365 സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച യോധ സിനിമയിലെ പല രംഗങ്ങളും ഈ ഒരു അമ്പലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി അല്പം മുകളിലേക്ക് ചെന്നാൽ തന്നെ കാഠ്മണ്ഡു മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ പേര് പോലെ തന്നെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ മങ്കി ടെമ്പിൾ എന്ന് ചുമ്മാതല്ല അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ചെറിയൊരു വെള്ളം കെട്ട് കണ്ടിരുന്നു. അതിലേക്ക് ഈ കുരങ്ങന്മാരെ എടുത്ത് ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് ഫോറിനേഴ്സ് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. മൊബൈലിലും ക്യാമറയിലൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടി തെളിയിക്കുന്നതാണ് ഈ ചെറിയ ചിരാതുകൾ. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഫോറിനേഴ്സ് മുകളിലേക്ക് കയറി വരുന്നതായിട്ട് കണ്ടു. നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഭക്തപൂർ ദർബാർ സ്ക്വയർ ആണ്. സോ ഭക്തപൂർ പോകുന്നതിന് മുന്നേ തന്നെ പോഖറയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കാരണം ഈ നൈറ്റ് പോയാൽ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഡയറക്റ്റ്ലി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നു. നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ. കാഠ്മണ്ഡുവിൽ നിന്ന് പോഖറയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ബസ് സ്റ്റാൻഡ് എത്തിയ സമയത്ത് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതും ലാസ്റ്റത്തെ 2 ടിക്കറ്റാണ് കിട്ടിയത്. അതും ബസ്സിൻ്റെ ഏറ്റവും പുറകിലുള്ള അവസാനത്തെ 2 സീറ്റുകൾ. നമ്മളിപ്പോൾ ഭക്തപൂർ ദർബാർ സ്ക്വയറിൽ എത്തിയിട്ട് ടിക്കറ്റ് മേടിച്ചു. ഒരു ടിക്കറ്റിന് 500 രൂപ, നേപ്പാൾ റുപ്പീസാണ്. അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി മെയിൻ എൻട്രൻസ്. ഇതിനുള്ള അകത്തേക്ക് റൈറ്റ് സൈഡിൽ ഷോപ്പിംഗ് സ്ട്രീറ്റ്സൊക്കെ, ഷോപ്പിംഗ് ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളും കാണാം. നമുക്ക് അകത്തേക്ക് നടന്നു നോക്കാം. കാഠ്മണ്ഡുവിലെ 3 ദർബാർ സ്ക്വയറുകളിൽ ഒന്നാണ് ഭക്തപൂർ ദർബാർ സ്ക്വയർ. കാഠ്മണ്ഡുവിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണ് ഭക്തപൂർ ദർബാർ സ്ക്വയർ ഉള്ളത്. ഞങ്ങൾ ചെന്ന സമയം ഏകദേശം ഈവനിങ് ആയിരുന്നു. അധികം തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന ഫോറിനേഴ്സാണ്, പിന്നെ കുറച്ച് ഇന്ത്യൻസും ഉണ്ടായിരുന്നു. മറ്റുള്ള ദർബാർ സ്ക്വയറിലെ പോലെ തന്നെ അവിടെ മ്യൂസിയം ഉണ്ട്. അതല്ലാതെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. കുറച്ചു നേരം ദർബാർ സ്ക്വയറും അതിന് ചുറ്റുമുള്ള ഏരിയാസ് എല്ലാം ഞങ്ങൾ നടന്ന് കണ്ടു. കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിലും 10ാം ദർബാർ സ്ക്വയറിലും അനുഭവപ്പെട്ട തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈവനിങ് ആണെങ്കിൽ പോലും വളരെ ശാന്തിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. കാഠ്മണ്ഡുവിലെ അവസാനത്തെ ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്ലോലി
സമയമെടുത്താണ് ഭക്തപൂർ ദർബാർ സ്ക്വയർ മൊത്തം എക്സ്പ്ലോർ ചെയ്തത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് പ്ലേസസും നമുക്ക് ദർബാർ സ്ക്വയറിനെ ചുറ്റിലും കാണാൻ സാധിക്കുമായിരുന്നു. സൺസെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കാഠ്മണ്ഡു ടൗണിലേക്ക് ചെന്നു. സ്കൂട്ടർ തിരിച്ച് ഏൽപ്പിച്ചു പതിയെ തമിഴ് സ്ട്രീറ്റിലൂടെ നടന്നു. അപ്പോൾ ഇതോടുകൂടി കാഠ്മണ്ഡു വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ തൊട്ട് പോഖറയിലെ വിശേഷങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. അപ്പം അടുത്ത വീഡിയോ തൊട്ടിട്ട് എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.